നല്ലതായിരുന്നോ? എന്താണ് പ്രത്യേകിച്ച് നമുക്ക് ഈ എക്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? ബുദ്ധിമുട്ടിനായിരുന്നു. എത്ര പേര് വിമർശിച്ചു? ഓക്കെ, നല്ല കാര്യം. ബാക്കിയുള്ളവർക്ക് പറ്റി ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ? നമ്മുടെ ഈ നോമ്പുകാരനെ കുറിച്ചും നിത്യജീവനെ കുറിച്ചൊക്കെ വചനത്തിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അതേ അറിയാമോ? മത്തായി എത്രാം അധ്യായത്തിലാണെന്നറിയാമോ? 23 25-ാം അധ്യായത്തില് നിത്യജീവൻ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അറിയാമോ അതെന്തൊക്കെയാണെന്ന്? അറിയാമോ? പാടുകളെ സഹായിക്കണമെന്നത്. ഓക്കെ, അതൊരു നല്ല കാര്യമാണ് അല്ലേ? വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നത്. ഓക്കെ, നല്ല കാര്യമാണ്. രോഗികളെ സംരക്ഷിക്കുക അല്ലെ? അവർക്ക് ആവശ്യം മാത്രമാണ് കൊടുക്കുക അല്ലെ? ഓക്കെ, ചെയ്യാൻ പറ്റും പറഞ്ഞോ? ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കാം, ആഹാരം ഇല്ലാത്തവന് ആഹാരം കൊടുക്കാം. നമ്മളെ ഈ തുടക്കത്തിലേക്ക് പോകുമ്പോ നമ്മുടെ PG അല്ലെങ്കിൽ നിങ്ങളുടെ SSLC ബുക്ക് കാണാൻ ചോദിക്കോ? ഒരിക്കലും ഇല്ല അല്ലെ? അവിടെ എന്താ ചോദിക്കുന്നത്? നമ്മള് ജീവിതകാലത്തായിരുന്നപ്പോൾ എന്തൊക്കെ നന്മ പ്രവർത്തികൾ ചെയ്തു, അതിന്റെ ബേസിലായിരിക്കും നമ്മുടെ അല്ലേ? ഒരു വിധി കൊണ്ട് പറയുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ നോക്കുന്ന അവിടെ ചോദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവിടെ ചോദിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും അല്ലേ? ഈ നോക്കുവാണെങ്കിൽ ഇത് ചെയ്യുപോലെ വെരി ഗുഡ്. ജയിലുള്ളവരെ സന്ദർശിക്കാമോ? നല്ലൊരു കാര്യമാണ്. നല്ല കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ? ഇന്ന് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളോട് പറഞ്ഞേ. ഇന്ന് നിങ്ങൾക്ക് വരുന്ന വഴിയിൽ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് ഈ ആഴ്ചയിൽ ചെയ്തു തീർക്കാമെന്ന് കരുതുന്ന എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ഉണ്ടാകും. അതേതായിരിക്കും? ആരെങ്കിലും ഒരാളോ? നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ കണ്ടതോ അല്ലെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതോ ആയ കാര്യങ്ങളാണല്ലോ. എന്താണ് അഭിപ്രായം? എന്താ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നല്ല പ്രവൃത്തി? ഇവിടെ വരുന്ന വഴിയില് ഓക്കെ അമ്മച്ചി ചുറ്റോണ്ടിരിക്കുന്നല്ലേ? എന്നാ വെറുതെ പൈസ കൊടുക്കാൻ പോലെ. സാറിന് വേണ്ടിക്ക് പൈസ കൊടുക്കുമ്പോഴത്തെ ഗുണം ഇവിടെ നല്ലൊരു കാര്യമാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേക പ്രവൃത്തികളാണ്. ഈ പ്രവൃത്തികള് ഇന്നു മുതൽ ചെയ്തു തീർക്കണമെന്ന് നമ്മുടെ അടി പറയുകയുണ്ട് അല്ലേ? ഇപ്പൊ നമുക്കൊന്ന് തുടങ്ങിയാലോ? തുടങ്ങല്ലേ? അപ്പൊ എഴുതോ നമുക്ക് തന്നെ ചെയ്തു. ഞങ്ങളുടെ 10ാം ക്ലാസ്സിലെ കുട്ടികളാണ്. അവർക്ക് എന്തോ സാധനം സംസാരിക്കാൻ സാറൊന്ന് നോമ്പുകാരല്ലേ? അപ്പൊ നമ്മൾ കുറച്ച് പരസ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്താലോ എന്നാലും. തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ഇതാനുഭവ ചിന്തകൾ കൂടെ പഠിക്കുന്ന കുട്ടികൾക്കും നമ്മുടെ ഇടവക ജനത്തിനും ഒരു ദൃശ്യാവിഷ്കാരത്തിലൂടെ നൽകുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇന്ന് ആത്മീയപരമായ ഒരു കാര്യത്തിലേക്കാണ് ഓർമ്മിക്കുന്നത്. ഇന്ന് ഞാൻ പ്രാർത്ഥന ആശംസകൾ കാശില്ലല്ലോ, കാശില്ല, മേടിച്ച് കഴിക്കാൻ കാശില്ല. നിങ്ങൾ തന്നാൽ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പൈസ അങ്ങോട്ട് തരുന്നതാണോ ഇഷ്ടം? അതോ ഞങ്ങൾ ഈ സാധനം വാങ്ങുന്നതാണോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേടിച്ചരിക കഴിക്കുക.
ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ബാധിച്ച് ആ ഇൻഫെക്ഷൻ പുറത്ത് കളയുന്നതിന് പിന്നെ ഡയാലിസിസ് ചെയ്തു, അവർ കാല് സർജറി ചെയ്തു. അപ്പോൾ അതിൻ്റെ പുറകിലാണ് അങ്ങനെ അപ്പോൾ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടു. പിന്നെ ഓർമ്മയൊക്കെ തിരിച്ചു വന്നതിന് ശേഷം ഇപ്പോൾ അന്ന് ആ ഓർമ്മയില്ലായിരുന്ന സമയത്ത് ട്യൂബൊക്കെ വലിച്ച് ഊരിയൊക്കെ ഇരുന്നായിരുന്നു. അപ്പോൾ അതൊക്കെ പ്രോബ്ലമായിപ്പോൾ ഇപ്പം യൂറിൻ പ്രോബ്ലമാണ്, കാല് പ്രശ്നമൊക്കെ. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്